വൈദേഹിയിലെ ചന്ദ്രൻ. കഥ ആതിരാകൃഷ്ണൻ. ആത്മസംഘർഷങ്ങളുടെ പെരുമഴ എപ്പോഴും വൈദേഹിക്കുമേൽ പെയ്തുകൊണ്ടിരുന്നു. ഒന്നുറക്ക കരയാൻ യുഗങ്ങളായി തപസ്സരിക്കുകയായിരുന്നുവോ എൻ്റെ ഹൃദയം? പതിറ്റാണ്ടുകളായി തണുത്തുറഞ്ഞ വികാരങ്ങളുടെ ശിലകളലിഞ്ഞ് ഒടുവിലവ അശ്രുകണങ്ങളായി പുറത്തേക്കൊഴുകി. വിതുമ്പലടങ്ങാത്ത ഹൃദയം തേങ്ങിക്കൊണ്ടേയിരുന്നു. വൈദേഹി എന്ന കുടുംബ വീടിൻ്റെ വലിയ ഹാളിൽ അച്ചമ്മ വെള്ള പുതച്ചു കിടന്നു. 60കളുടെ ആരംഭത്തിൽ തനിക്ക് പിടിപെട്ട വിഷാദരോഗത്തിൻ്റെ കാരണം വൈദേഹിയിലെ ഓരോ അണുവിലും തൻ്റെ സാന്നിധ്യം നിലനിർത്തി. എന്നാൽ അവർക്കൊരു മുന്നറിയിപ്പും കൊടുക്കാതെ അപ്രത്യക്ഷനായ വിധുവാണെന്നവർ പലപ്പോഴും പറയാതെ പറഞ്ഞു. അപ്പോഴൊക്കെ താൻ സ്വയം ചോദിച്ചു, സുന്ദരികളായ ഒരുപാട് പെൺസുഹൃത്തുക്കളുള്ള, ജ്യോതിഷത്തിൽ ഉൾപ്പെടെ അഗാധ പാണ്ഡിത്യമുള്ള അയാൾക്ക് താൻ ആരായിരുന്നു? ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാൽ മാത്രം നികത്താൻ കഴിയുന്നൊരു ശൂന്യത തൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കി തന്ന മനുഷ്യൻ. ഒരു ജോലിക്ക് വേണ്ടി തന്നെ പ്രാപ്തയാക്കിയവൻ. സ്വയം സ്നേഹിക്കാൻ പഠിപ്പിച്ച. അങ്ങനെ എത്രയെത്ര സൂക്ഷ്മ കാരണങ്ങൾ. ഈ ലോകത്ത് ഞാൻ ഒറ്റപ്പെടുമെന്ന് അയാൾ നേരത്തെ അറിഞ്ഞിരുന്നുവോ? ആകെ തളർന്നിരിക്കുന്നു. ചായുവാൻ ഒരു ചുമർ വേണമെന്ന് തോന്നി. 2 വർഷത്തെ അസാധാരണ ദാമ്പത്യത്തിനൊടുവിൽ ആദർശിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ പടിയിറങ്ങുമ്പോൾ അച്ചമ്മ തേടി വരികയായിരുന്നു. കേട്ടറിവുകൾ മാത്രമുള്ള വൈദേഹിയിലെത്തുമ്പോൾ സ്വയം അറിയുകയായിരുന്നു. എത്രയോ വർഷങ്ങളായി താൻ സ്വപ്നം കണ്ട വീടും ചുറ്റുപാടും. കിളിമരത്തിൽ പരസ്പരം ഇണചേർന്ന് കെട്ടുപിണഞ്ഞ് പടർന്നു പന്തരിച്ചു നിൽക്കുന്ന മുല്ലയും പിച്ചിയുമൊക്കെ വർഷങ്ങൾക്ക് മുന്നേ പരിചിതമെന്നു തോന്നി. ഇവിടെ എത്തിപ്പെടണമെന്നത് നിയോഗമായിരിക്കണം. ചെറിയ വരുമാനമുള്ള സർക്കാർ ജോലിക്കാർ താമസിക്കുന്ന ഇടുങ്ങിയ ക്വാർട്ടേഴ്സിൻ്റെ നിറം മങ്ങിയ ചുമരുകൾക്കുള്ളിൽ ബാല്യവും കൗമാരവും കടന്നുപോയി. അപ്പോഴൊക്കെയും നിറയെ തണൽ മരങ്ങളും പൂക്കളും നിഴൽ വീണ പച്ചക്കുളവും മണൽ വിരിച്ച വിശാലമായ മുറ്റവുമൊക്കെ ദിവാസ്വപ്നങ്ങളിൽ വന്നുപോയി. കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യത്തിൻ്റെ തുടക്കം അച്ചമ്മയുടെ ഭർത്താവിൽ നിന്നായിരുന്നു. കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് 41 ദിവസം വ്രതമെടുത്ത കാരണവർ ദേവിയുടെ പള്ളിവാളെടുത്ത രാത്രി. അന്നു നടന്ന മുടിയേറ്റിൽ ധാരകന്റെ ശിരസ്സു കൊയ്ത ഭദ്രകാളി രൂപം പതിവിലും കൂടുതൽ രൗദ്രഭാവത്തിൽ തുള്ളിയുറഞ്ഞു. ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയ കാരണവർ ഓരോ രോമകൂപങ്ങളിൽ നിന്നും രക്തം പൊടിഞ്ഞ് ഒടുവിൽ രക്തം ഛർദ്ദിച്ച് മരിച്ചു വീണു. അയാളിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നുവെങ്കിലും സാധുവായ ആ സ്ത്രീ അയാളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിന് എത്രയെത്ര മുഖങ്ങളാണുള്ളത്. അതുപോലെ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ തനിക്കാകുമോ? ചിന്തകൾ അപ്പോഴൊക്കെ അച്ചമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമകനും തൻ്റെ മുറച്ചെറുക്കനുമായ വിധുവിൽ വന്നു നിൽക്കും. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കൊടുവിൽ നിലാവിൽ പൊതിഞ്ഞ ചില കുഞ്ഞു ഓർമ്മകൾ അപ്പോൾ ഹൃദയത്തിൽ അമരും. വീണ്ടും ചിന്തകൾ ഭൂതകാലത്തിൽ ഉഴറി നടന്നു. പറക്കമുറ്റാത്ത 2 പെൺമക്കളെയും കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന അച്ചമ്മയ്ക്ക് മുന്നിലേക്കാണ് ഒരു മകനെയും ചേർത്ത് മറ്റൊരു സ്ത്രീ കടന്നു വരുന്നത്. അകാലത്തിൽ നഷ്ടപ്പെട്ട ഭർത്താവിനെ എന്നേക്കുമായി മനസ്സിൽ നിന്നും കൊന്നു കുഴിച്ചു മൂടേണ്ട ഒരു സ്ത്രീയുടെ നിസ്സഹായത. അന്ന് ആദ്യമായും അവസാനമായും കുട്ടിയായിരുന്ന തൻ്റെ അച്ഛൻ വൈദേഹിയിൽ നിന്നും പടിയിറങ്ങി. എത്രയെത്ര മനുഷ്യരുടെ ശാപങ്ങളേറിയാണ് താനും വിധുവുമൊക്കെ ജനിച്ചു വീണത്. ഇല്ലീഗൽ ചൈൽഡ് സമൂഹത്തിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്നാകാം തൻ്റെ അച്ഛൻ സ്നേഹത്തിനും ബന്ധങ്ങൾക്കുമൊന്നും ഒരു വിലയും നൽകാതെ ഒടുവിൽ മദ്യത്തിൽ അഭയം തേടിയത്. മരിക്കുമ്പോൾ താൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്നു മുതൽ അമ്മ മരിക്കുവോളം തന്നോടൊരു മുതിർന്ന സ്ത്രീയോടെന്ന പോലെ പെരുമാറി. അച്ഛൻ്റെ ജോലിയിൽ അമ്മ പ്രവേശിച്ച നാൾ മുതൽ അനുജത്തിയെ നോക്കേണ്ട ചുമതല തനിക്കായി. മുത്തച്ഛൻ്റെ മുഖഛായയുള്ളതിനാലാണോ അച്ചമ്മ സ്വന്തം പേരക്കുട്ടിയല്ലാതിരുന്നിട്ടും തന്നെ ഇത്രയും സ്നേഹിച്ചത്? അതോ വൈദേഹിയിലെ പൂർവിക ശാപങ്ങൾക്കുള്ള പരിഹാരമോ? പിന്നോട്ടുള്ള വേരുകളെല്ലാം തന്നെ
പൂർണ്ണമായും വേർപെട്ടിരിക്കുന്നു. ചരട് നഷ്ടപ്പെട്ട പട്ടം പോലെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? രാത്രി മഴ പുറത്ത് പല പല താളത്തിൽ തകർത്ത് പെയ്യുന്നുണ്ട്. ചടങ്ങുകൾ അടുത്ത പകലേ ഉണ്ടാകുമെന്നറിഞ്ഞ് പലരും മടങ്ങി. മൂത്ത മകളുടെ ഏകമകൻ വിധു പട്ടാളക്കാരനായ അച്ഛനോടൊപ്പം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാഭ്യാസം ചെയ്തു. ഒടുവിൽ കിട്ടിയ ജോലിയിലൊന്നും സംതൃപ്തനാകാതെ ദേശാടന കിളിയെപ്പോലെ ലോകം ചുറ്റി നടന്നു. അച്ഛമ്മയുടെ ഇളയ മകൾക്ക് സന്തതികളില്ലായിരുന്നു. കുടുംബത്തിലെ ഏക ആൺതരി ഇപ്പോൾ എവിടെയായിരിക്കും? അവസാനമായി കണ്ടതോർത്തപ്പോൾ മനസ്സിലൊരു നെരിപ്പോടിരിഞ്ഞു. അകലെയായിരിക്കുമ്പോൾ അടുത്തു വേണമെന്ന് തോന്നുന്ന ഈ അടിമപ്പെടൽ 30കളുടെ മധ്യത്തിൽ തുടങ്ങിയതാണ്. സിത്താര എന്ന തൻ്റെ പേരിനെ താര എന്ന് ചുരുക്കി വിളിക്കുമ്പോൾ മനസ്സ് അതിൻ്റെ സമസ്ത ഭാവങ്ങളും വെടിഞ്ഞ് വിധേയത്വത്തിലേക്ക് പോകുന്ന വേളയിൽ അനുവാദം കൂടാതെ ആദർശിൻ്റെ ആക്രോശങ്ങൾ ചെവിയിൽ മുഴങ്ങും. നീ ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഭർത്താവിൻ്റെ മാനസിക വൈകല്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം എപ്പോഴും ഒരുങ്ങി നടക്കാൻ ശ്രമിച്ചു. ബാങ്കിലെ കണക്കുകൾ മാത്രമല്ല, മനുഷ്യ മനസ്സ് മനസ്സിലാക്കാനും തനിക്കറിയാം എന്ന വെളിപാട് അയാളെ പരാജയപ്പെടുത്തി. ആദർശിലെ വൈകാരിക ഭാവങ്ങളിലേക്ക് ആദ്യമായി കടന്നുവന്ന ഏതോ ഒരു സ്ത്രീ. അവർക്ക് അലസമായ വസ്ത്രവും ചമയങ്ങളില്ലാത്ത മുഖവുമായിരുന്നു. അയാളുടെ സ്ത്രീ സങ്കല്പങ്ങളിൽ അവൾ നിറഞ്ഞു നിന്നു. ആ സത്യം മനസ്സിലാക്കിയത് മുതൽ തൻ്റെ മാറ്റം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ചിലരിൽ അടിമപ്പെടുന്ന മനുഷ്യർക്ക് പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല. പൊട്ടുപോലും തൊടാതെ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ചേച്ചിയുടെ വിവാഹശേഷമുള്ള മാറ്റം അനുജത്തിയായ സിനിയെ അമ്പരപ്പിച്ചു. മദ്യത്തിൽ മുങ്ങി വന്ന അച്ഛൻ്റെ രൂപവും ആദർശിൻ്റെ ആക്രോശങ്ങളും എല്ലാം കൂടി തന്നെ പുരുഷ വിദ്വേഷിയാക്കിയിരുന്നു. അച്ഛൻ്റെ മരണത്തോടെയാണ് അച്ഛമ്മയുടെ കടന്നുവരവ്. വിശേഷങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങിയ ബന്ധങ്ങൾ. അപ്പോഴൊക്കെ വിധു ഒരു കൗതുകം മാത്രമായിരുന്നു. വർക്കഹോളിക്കായ, ലോകപരിചയമേറെയുള്ള, ഭൗതികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരാൾ. പിന്നീട് ആദർശിൽ നിന്നും മോചനം നേടിയ സമയത്ത് ഒരിക്കൽ ബാങ്കിലെ തിരക്കുകൾക്കിടയിലേക്ക് അവൻ ഒരു ചെറുപുഞ്ചിരിയോടെ കടന്നു വന്നു. തിരക്കൊഴിയും വരെ കാത്തുനിന്ന സമാധാനപ്രിയനോട് മാനസികമായി ഉണ്ടായിരുന്ന അകലത്തിൻ്റെ മഞ്ഞുരുകുന്നതറിഞ്ഞു. പുരുഷന്മാരിൽ നിന്നും എപ്പോഴും അകലം പാലിക്കുന്ന തന്നെ തേടി വന്നവനെ കൗതുകത്തോടെ നോക്കിയ സഹപ്രവർത്തകർ പിന്നീട് അവനെ കാണുമ്പോൾ കളിയാക്കി തുടങ്ങി. അപ്പോഴൊക്കെ ഏകാന്തതയ്ക്ക് ഒരർത്ഥമേ തോന്നിയുള്ളൂ. എനിക്ക് ഞാൻ മാത്രം മതി. പിന്നീട് എപ്പോഴാണ് ഏകാന്തതയ്ക്ക് ഒരാൾ കൂടെ വേണമെന്ന് തോന്നി തുടങ്ങിയത്? തിരക്കുള്ള പ്രവൃത്തി ദിനങ്ങൾ ഹോസ്റ്റലിലും അല്ലാത്തപ്പോൾ വൈദേഹിയിലുമായി വർഷങ്ങൾ നീങ്ങി. 35കളുടെ അവസാനം വിധുവിലേക്കും വൈദേഹിയിലേക്കും മാത്രമായി ചിന്തകൾ ഒതുങ്ങി. അല്ലെങ്കിലും അപ്രാപ്യമായ എന്തിനോടും മനുഷ്യർക്ക് പ്രിയമാണല്ലോ. തന്നെ തേടി വരുന്ന അജ്ഞാതമായ ഫോണുകളൊക്കെ പ്രതീക്ഷയോടെയാണ് എടുക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഓണത്തിന് വൈദേഹിയിലെ ആഘോഷങ്ങളിൽ നിന്നാണ് അതിർവരമ്പുകൾ ഉയർന്നു തുടങ്ങിയത്. വിധുവിൻ്റെ 2 സുഹൃത്തുക്കൾ ഡൽഹിയിൽ നിന്നും വന്നിരുന്നു. മുറ്റത്തെ ആഘോഷങ്ങൾക്കിടയിൽ കാഴ്ചക്കാരായി പടിക്കെട്ടിലിരുന്ന അച്ചമ്മയ്ക്കും തനിക്കുമിടയിലേക്ക് വിധു വന്നിരുന്നു. പിന്നീട് എപ്പോഴും തന്നിലേക്ക് ചാഞ്ഞിരിക്കുന്ന അയാളെ അതിഗൂഢമായ ഒരു ചിരിയോടെ തൻ്റെ അനുജത്തി ഉൾപ്പെടെ പലരും ശ്രദ്ധിച്ചു. ആ നിമിഷങ്ങളെ താനും ആഗ്രഹിച്ചിരുന്നുവോ? പ്രണയത്തിൽ പൊതിഞ്ഞ വാക്കുകളൊന്നും പരസ്പരം കൈമാറിയിട്ടില്ലെങ്കിലും അദൃശ്യമായ മനസ്സിൻ്റെ കാമനകൾ ഹൃദയവാതിലുകളിൽ ഉരുമ്മി നിന്നു. പക്ഷേ കനലെരിയുന്ന 2 കണ്ണുകളെ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. വിധുവിൻ്റെ സുഹൃത്ത് അവിരാജ് യാദവ്. അതിസുന്ദരമായ അവൻ്റെ കണ്ണുകളിൽ തീ പാറും പോലെ തോന്നി. പിന്നെ എപ്പോഴോ അവൻ്റെ തിളക്കമുള്ള കണ്ണാടി കവിളുകളിൽ, ചുവന്ന ചുണ്ടുകളിൽ ഒക്കെ ദേഷ്യത്തിൻ്റെ ചുവപ്പ് പടർന്നു. അവൻ്റെ സ്ത്രൈണത വെളിപ്പെട്ടു. പെട്ടെന്ന് എന്തുകൊണ്ടോ
ആദർശിനെ ഓർമ്മ വന്നു. നിറയുന്ന മിഴികളെ ഒളിപ്പിച്ച് എത്രയെത്ര ഉണങ്ങാത്ത മുറിവുകളാണ് ഹൃദയത്തിലേറ്റിയിരിക്കുന്നത്. ഒരവസരം വരുമ്പോൾ അവയെല്ലാം ഒരുപോലെ വേദനിപ്പിച്ചു തുടങ്ങും. അന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു. ജീവിതത്തിലുണ്ടാകുന്ന ബന്ധങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഒരേ പാറ്റേൺ? അന്ന് രാത്രി മുഴുവൻ ചിന്തകളിൽ ആകെ വേദനയുടെ മണൽക്കാറ്റ് വീശി. ഏകാന്തതയ്ക്ക് ഒരർത്ഥമേയുള്ളൂ. തനിക്ക് താൻ മതിയെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം വിധു തേടിയെത്തി. പിറക്കാതെ പോകുന്ന 1000 വാക്കുകളുടെ ചോദ്യശരങ്ങൾ മനസ്സിലുണ്ട്. എന്നിട്ടും മൗനം തളം കെട്ടി നിന്നു. തൻ്റെ മനസ്സിലുള്ള വിഹ്വലതകൾ അവൻ അറിയില്ല എന്ന ഉറപ്പോടെ നിന്നു. ഒരു നീണ്ട കവർ കൈകളിലേക്ക് തന്നിട്ട് പുറത്തെ ഓണവെയിലിലൂടെ അവൻ നടന്നു നീങ്ങി. ഓർമ്മകൾ വന്ന് മിഴി മൂടിയപ്പോൾ വീണ്ടും തേങ്ങലുകൾ ഹൃദയത്തിൽ നിന്നും ഉയർന്നു. വിധുവിൻ്റെ അമ്മ അരികിലായി വന്നിരുന്നു. എന്തുകൊണ്ടോ ഒരു പരാജിതയെപ്പോലെ ഞാൻ മുഖം കുനിച്ചു. കത്തിലെ വാചകങ്ങൾ മിക്ക രാത്രിയിലും വായിക്കുന്നത് ഒരു പതിവായിരിക്കുന്നു. താരയെന്ന ചെറുവള്ളിക്ക് പടരാൻ സ്വന്തമെന്നുറപ്പുള്ള ഒരു മനുഷ്യൻ്റെ ഓർമ്മകൾ തന്നെ ധാരാളം. കത്തിലെ വാചകങ്ങൾ മനഃപ്പാടമായിരുന്നു. താര, നിനക്കറിയാത്ത പ്രപഞ്ചത്തിൻ്റെ നിഗൂഢ ശാസ്ത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചതുകൊണ്ടാകാം ഞാൻ മനസ്സിലാക്കിയത് വൈദേഹിയിലെ പൂർവികർ ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് വന്നുകൂടിയ ശാപങ്ങൾ. ആൺസന്തതികൾ വാഴാത്ത വൈദേഹിയെപ്പറ്റി നിനക്കെന്തറിയാം? മുത്തച്ഛനിൽ നിന്നുള്ള 3ാമത്തെ തലമുറയോടെ ആൺസന്തതി പരമ്പര അവസാനിക്കും. അല്ലെങ്കിൽ ചെയ്തു പോകുന്ന ദോഷപരിഹാരങ്ങളിലൂടെ ഒരുപക്ഷെ ശാപമോക്ഷമുണ്ടാകും. ജാതകത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ അജ്ഞാതവാസമാണ്. സമസ്ത ലൗകിക വാസനകളെയും ത്യജിച്ച് ജീവിച്ചത് ചിലപ്പോൾ നിന്നിലെത്താനായിരിക്കണമെന്ന് ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. 40കളോടെ ജാതകത്തിൽ ആയുസ് അവസാനിക്കുന്നു. ഇനി 2 വർഷങ്ങൾ കൂടി. ജാതകം തിരുത്താൻ കഴിവുള്ള സൃഷ്ടാവ് ഭൂമിയിലുള്ളപ്പോൾ ഉറപ്പായും വൈദേഹിയിലെ ചന്ദ്രൻ തിരികെ വരും. നീയില്ലാത്ത ചന്ദ്രൻ അപൂർണനാണ് താര. പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പുകൾ നീണ്ടു. ഹാളിലേക്ക് കടന്നു വരുന്ന ഓരോ കാൽവയ്പുകളും പ്രതീക്ഷയുടെ പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അവസാന പ്രതീക്ഷയുടെ ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ.